ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ, അതായത് ഇന്നത്തെ മോഡേൺ പാരന്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇന്ന് ഒരു വിഭാഗം ആളുകൾ വിചാരിക്കുന്നത് നമ്മളെ കുട്ടികളോട് നമ്മളെ കഷ്ടപ്പാടുകൾ പറയാതെ വളർത്തണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അതുപോലെ തന്നെ പിന്നെ അവരെ എല്ലാം അറിഞ്ഞുകൊണ്ട് കഷ്ടപ്പാടൊക്കെ അറിഞ്ഞുകൊണ്ട് വളർത്തണം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇതിലേതാണ് ശരി? നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം ഏതാണ് ശരി എന്നുള്ളത്. എന്താണ് ഇതിന്റെ നെഗറ്റീവും പോസിറ്റീവും വശങ്ങൾ നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഈ കഷ്ടപ്പാടൊന്നും അറിയാതെ വളർന്ന കുട്ടികൾ, അവർക്ക് കുറച്ച് വലുതായി അവർ വളർന്നു വരുമ്പോൾ എവിടെങ്കിലും ചെന്ന് കെട്ടാല് നമ്മുടെ ഹോംലാൻഡൊക്കെ വിട്ടിട്ട് വേറെ വിദേശത്തൊക്കെ എവിടെയെങ്കിലും പോയി നമ്മൾ ജോബിനൊക്കെ പോയി നിൽക്കുമ്പോൾ അവർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാല് അവർക്ക് പിന്നെ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് പെട്ടെന്ന് അതിനെ തരണം ചെയ്യാനുള്ള ഒരു ചെറിയ കഴിവ് കുറവായിട്ട് ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികളെ കഷ്ടപ്പാട് അറിഞ്ഞുകൊണ്ട് വളർത്താൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷെ അവിടെ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? കുട്ടികളെ അങ്ങനെ കഷ്ടപ്പാട് അറിയിക്കുന്ന സമയത്ത് അവരോട് പറയേണ്ട രീതി, ഇന്ന് മോഡേൺ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ അവരോട് പണ്ടത്തെ കഥയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ബോറടിക്കുകയുള്ളൂ അല്ലെ. ഞാൻ പണ്ട് അച്ഛനൊക്കെ അല്ലെങ്കിൽ ഉപ്പ പണ്ട് സ്കൂളിലേക്ക് നടന്നു പോയിട്ട് 5 കിലോമീറ്റർ 10 കിലോമീറ്റർ നടന്നു പോയിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോയത് എന്നൊക്കെ പറയുമ്പോൾ അത് തിരിച്ച് നമ്മളോട് ചോദിക്കും, എന്നാ ഓട്ടോറിക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്, അല്ല സൈക്കിൾ കിട്ടിയില്ലേ എന്ന് പോവാന് എന്നൊക്കെ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? അപ്പൊ അങ്ങനത്തെ രീതികളിലൊന്നും പറയാതെ, അതേപോലെ തന്നെ പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? കുട്ടികളോട് പറയുന്ന രീതി ഒന്ന് മാറ്റി പിടിക്കുന്നതാണ്. എന്താ വെച്ചാൽ അവരോട് ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത്. അവരുടെ ചിന്താഗതിയെ തളർത്തുന്ന രൂപത്തിൽ, അവരുടെ ഒരു സംരക്ഷണം ആണെന്നുള്ള ഒരു രൂപം ഉണ്ടല്ലോ, അത് തളർത്തുന്ന രൂപത്തിലുള്ള പരിപാടികളൊന്നും ചെയ്യരുത്. സുരക്ഷിതത്വം തകർക്കുന്ന രൂപത്തിലുള്ള പരിപാടികൾ ചെയ്യരുത്. അപ്പൊ അവരോട് പറയുന്ന രീതി എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പറയണ അവരോട്, നിന്നെ വളർത്താൻ വേണ്ടി ഞാൻ വളരെ കഷ്ടപ്പെടുകയാണ്, നിന്നെ വളർത്താൻ വേണ്ടി ഞാൻ നരകിക്കുകയാണ്, ഇങ്ങനത്തെ വേർഡുകളൊന്നും നമ്മൾ യൂസ് ചെയ്യരുത് കുട്ടികളോട്. അവരുടെ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടും. അതൊരിക്കലും അവരോട് പറയരുത്. അങ്ങനത്തെ വേർഡ്സുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. പകരം അവരോട് ഇപ്പൊ അവര് നമ്മളോട് ചോദിക്കാണ്, ഒരു വില കൂടിയ ഫോണ് വാങ്ങിത്തരാൻ വേണ്ടി പറയും. അന്നേരം അവരോട് എങ്ങനെ സംസാരിക്കേണ്ട രീതി എന്ന് വെച്ചാൽ, നമ്മളുടെ ആ അവസ്ഥ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രൂപത്തിലായിരിക്കണം അവതരിപ്പിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ നമ്മുടെ സാലറി അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഒരു ഡേയിലെ വരുമാനം അല്ലെങ്കിൽ ആ മന്ത്ലി സാലറിയും ആ ഫോൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആ ഫോണിന്റെ വിലയും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. കാര്യകാരണ സൈഡ് നമുക്ക് ജനറേഷന് വേണ്ട റീസൺസ് ആണ്, അല്ലാതെ കുറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ ഉപദേശമോ അങ്ങനത്തെ കാര്യങ്ങളല്ല. റീസൺ ബേസ്, ഓക്കെ, റീസൺ അവർക്ക് ബോധ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കുട്ടികളെ ഒരിക്കലും എന്ത് ചെയ്യരുത്, കഷ്ടപ്പാടൊന്നും അറിയാതെ വളർത്തുക എന്നുള്ളതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കഷ്ടപ്പാട് അറിഞ്ഞുകൊണ്ട് തന്നെ വളർത്തുക. അപ്പൊ അവർക്ക് ഓരോന്നിന്റെ മൂല്യം തിരിച്ചറിയും. ഇന്നത്തെ കാലത്ത് ഒന്നിന്റെയും വില തിരിച്ചറിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താ വെച്ചാൽ എല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്ന ഈ കാലത്ത് സോഷ്യൽ മീഡിയ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്ത് അവർക്ക് പിന്നെ ഒന്നിന്റെ മൂല്യം മനസ്സിലാവില്ല. അപ്പൊ ആ മൂല്യം മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ചൊക്കെ കഷ്ടപ്പാട് അറിഞ്ഞുകൊണ്ട് വളർത്താം. പക്ഷെ അത് പറയേണ്ട രീതി ഒന്ന് മാറ്റി പിടിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബൈ.